അപ്പോൾ വെയിറ്റ് ചെയ്യണ്ട, തിരിച്ചു പിടി. 85 65.8. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരി ഞാൻ ഒരു ടെക്സ്റ്റൈൽസ് വെച്ച് കണ്ടപ്പോഴത്തേക്കും ഓടി വന്നിട്ടാണ് നാത്തൂൻസ് കിച്ചൺ അല്ലേ. അപ്പം ഇതായ വീഡിയോയിൽ കാണുന്നതിലും നല്ല വെയിറ്റ് നല്ല വ്യത്യാസമുണ്ട്, ഒരുപാട് മാറ്റമാണല്ലോ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ സ്ലിം ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഭയങ്കര സന്തോഷമായി. ഒത്തിരി നാളായി അപ്പോൾ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും വെയിറ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കിയാലാ ഇപ്പം നല്ല രീതിയിൽ ബോഡിയിൽ ഷേപ്പ് വ്യത്യാസം വരുന്നില്ലേ. വെയിറ്റ് കുറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അതിൽ ടെൻഷൻ ആവണ്ട. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളാണ്. നല്ല ചേഞ്ചസ്, ഫാറ്റ് ലോസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഡയറ്റും ഹെൽത്തി ആയ ഡയറ്റും ആണെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അപ്പോൾ എൻ്റെ വെയിറ്റ് കാണിച്ചു തരാം. അപ്പോൾ വെയിറ്റ് ചെയ്യണ്ട, തിരിച്ചു പിടി. 85 65.8. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കുന്നത്. 65.8. മാഷാല്ലാ. അപ്പോൾ ഐഡിയൽ വെയിറ്റിലോട്ട് എത്താനായിട്ട് ഞാനിനി അധിക കടമ്പ കടക്കണ്ട. അതേപോലെ തന്നെ ബോഡിയിലെ ഫാറ്റ് ലോസ് സന്തോഷം ഇല്ലാതിരിക്കുക. കാര്യം 105 ഇത്രയും വെയിറ്റ് കുറച്ച് ഇപ്പോൾ എത്രയാണെന്ന് അറിയാമോ? ഏകദേശം 39 കിലോ ആണ് മാഷാല്ലാ ഞാനിപ്പോൾ കുറച്ചിരിക്കുന്നത്. 39 കിലോ. 39 കിലോ ഒരാളുടെ ബോഡിയിൽ നിന്നും പോകുമ്പോഴത്തേക്കും എൻ്റെ ഫേസിൽ ഡൾനെസ് ഇല്ല, എൻ്റെ കണ്ണ് കുഴിഞ്ഞു പോയിട്ടില്ല, ഞാൻ ആകപ്പാട് കുഴഞ്ഞു പോയിട്ടില്ല. അത് ഞാൻ എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് ഞാൻ ഡയറ്റ് ചെയ്തതുകൊണ്ടാണ്. അപ്പം നോമ്പിന് നോക്കിയവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അതുപോലെ തന്നെ നോമ്പിനിടക്ക് ഈ എണ്ണ പലഹാരങ്ങൾ, അധിക ഫ്രൂട്ട് ജ്യൂസസ്, മധുരവിട്ടുള്ള ജ്യൂസസ് കാര്യങ്ങൾ, അഥവാ ഫ്രൂട്ട്സ് ജ്യൂസ് എടുക്കണമെന്നുണ്ടെങ്കിലും മധുരം ഇല്ലാതെ എടുത്തു പോവുക. ആ ഒരു രീതിയിൽ ഹെൽത്തി ആയിട്ട് തന്നെ കൊണ്ടുപോവുക. പെരുന്നാളിനെല്ലാം കൂടെ കഴിച്ച് സെറ്റായി ബോഡി ആകപ്പാട് കുളവാക്കാതിരിക്കുക. ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം കോണ്ടിന്യൂ കുറച്ചെടുക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓർമ്മയിൽ വെക്കുക, 39 കിലോ വരെ ഇപ്പം എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയും മുന്നോട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കണ്ടപ്പോഴത്തേക്ക് ഇത്രയും വ്യത്യാസം ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റിയത്. സന്തോഷമല്ലേ? നിന്നെ കാണുമ്പോഴത്തേക്കും അയ്യോ നീ ഇന്നേം തടിച്ചല്ലേ എന്ന് കേൾക്കുന്നതിൽ എന്തോ ഒരു സന്തോഷമായിരിക്കും. ഇത്താ കണ്ടതിലും വീഡിയോയിൽ കണ്ടതിലും നന്നായിട്ട് മെലിഞ്ഞിരിക്കുന്നെന്ന് പറയുന്നത് കേൾക്കുന്നതല്ലേ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോമ്പിന് നോക്കിയവർ ഇനി പെരുന്നാൾ കഴിയുമ്പോഴത്തേക്കും നോക്കി, പെരുന്നാളിലെ പിറ്റേ ദിവസം നോക്കിയാൽ മതി, അല്ലെ പെരുന്നാളിന് രാവിലെ നോക്കിയാൽ മതി. അപ്പോൾ മറക്കണ്ട വെയിറ്റ് നോക്കുന്നവരുണ്ടെങ്കിൽ, ഒരു 1 മന്ത് കഴിഞ്ഞവരുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നേ വെയിറ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ടാറ്റാ.